നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. സ്നേഹാർപ്പണം എന്ന കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ കഥയിൽ തൻ്റെ ജീവൻ്റെ പാതിയായ മീനൂട്ടിക്ക് സുധി നൽകുന്ന സ്നേഹവും കരുതലും നമുക്ക് കാണാം. എന്നാൽ നേരിട്ട് കഥയിലേക്ക് പോകാം. വളരെ പ്രതീക്ഷയോടെ ജീവിതം തുടങ്ങിയതാണ്. പഠിത്തം കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ട് കല്യാണം മതിയെന്ന് ഞാൻ പറഞ്ഞെങ്കിലും നല്ല ചേർച്ചയുള്ള ജാതകമാണ്. അവർ ഒന്ന് വന്ന് പെണ്ണ് കാണട്ടെ, അത് കഴിഞ്ഞ് തീരുമാനമെടുത്താൽ മതിയല്ലോ എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ വെറുതെ ഒരു ചടങ്ങ് മാത്രമാണല്ലോ എന്ന് കരുതിയതാണ്. പക്ഷേ തമ്മിൽ കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ വല്ലാത്തൊരു ആത്മബന്ധം തോന്നി. വിവാഹ നിശ്ചയം കഴിഞ്ഞ് ദിവസങ്ങൾ നീങ്ങുന്നില്ല എന്ന് വിഷമിച്ചിരുന്ന സമയം, കല്യാണത്തലേന്ന് സത്യത്തിൽ മനസ്സ് ഭൂമിയിൽ തന്നെ ആയിരുന്നോ എന്ന് സംശയം. അതുപോലെ ഒന്നാകാൻ കൊതിച്ചതാണ് ഞങ്ങൾ. വിവാഹം കഴിഞ്ഞ് മധുവിധുവിന് പോയി തിരിച്ചു വരുമ്പോൾ എവറസ്റ്റ് കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക്. ലോകത്തെ ഏറ്റവും ഭാഗ്യശാലിയാണ് ഞാൻ എന്ന് തോന്നിയിരുന്നു അന്ന്. സുധിയേട്ടൻ്റെ ജോലിസ്ഥലം ദൂരെ ആയതുകൊണ്ടും ലീവ് കുറവായതുകൊണ്ടും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നിലമ്പൂർക്ക് പോയി. രണ്ടുപേരും തന്നെയുള്ള ആദ്യ നാളുകൾ ഓർക്കുമ്പോൾ ഇപ്പോഴും മനസ്സിൽ മഴ പെയ്യുകയാണ്. സുധിയേട്ടൻ ജോലി കഴിഞ്ഞു വരുന്നത് നോക്കിയുള്ള കാത്തിരിപ്പും വന്നു കഴിഞ്ഞുള്ള സ്നേഹപ്രകടനങ്ങളും ഒക്കെ ഇന്നെന്ന പോലെ ഓർത്തു പോവുകയാണ്. പെട്ടെന്നൊരു ദിവസം സുധിയേട്ടൻ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ വാതിൽ തുറക്കാൻ എഴുന്നേറ്റപ്പോൾ തല കറങ്ങുന്നത് പോലെ തോന്നി. വളരെ പാടുപെട്ട് വീഴാതെ ഒരു കണക്കിന് വാതിൽ തുറന്നു കൊടുത്തു. പരിഭ്രമിച്ച് സുധിയേട്ടൻ എന്നെ താങ്ങി കട്ടിലിൽ കിടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണമൊക്കെ മാറി. ഡോക്ടറുടെ അടുത്ത് പോകാൻ നിർബന്ധിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. പിന്നെയും ദിവസങ്ങളും മാസങ്ങളും സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വീണ്ടും എനിക്ക് അടുക്കളയിൽ വെച്ച് കണ്ണിൽ ഇരുട്ട് കയറിയ പോലെ തോന്നി. പെട്ടെന്ന് തല കറങ്ങി വീഴാൻ തുടങ്ങി. അടുക്കള ഭിത്തിയിൽ ചാരി നിന്ന് പതുക്കെ നിലത്തിയിരുന്നു. ശബ്ദം കേട്ട് അടുക്കളയിൽ വന്ന സുധിയേട്ടൻ ആകെ ഭയന്നുപോയി. പെട്ടെന്ന് താങ്ങിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. പലതവണ എനിക്ക് ഇങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ ഡോക്ടറോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സ്കാനിങ്ങും മറ്റ് ടെസ്റ്റുകളും ഒക്കെ ചെയ്തു. നെഞ്ചിടിപ്പോടെ റിസൾട്ട് കാത്തിരുന്ന നിമിഷങ്ങൾ. ഒടുവിൽ എനിക്ക് MS അഥവാ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആണെന്ന് മനസ്സിലായി. ജീവിതം തകർന്നു പോയതുപോലെ തോന്നി. സുധിയേട്ടൻ എന്നെ ധൈര്യപ്പെടുത്തി. ഒന്നുമില്ല എൻ്റെ മീനൂട്ടിക്ക്, നമ്മളെല്ലാം ഒന്നിച്ച് നേരിടും. എൻ്റെ മീനൂട്ടിക്ക് ഞാനില്ലേ? ഞാൻ സുധിയേട്ടൻ്റെ നെഞ്ചിൽ ചാരിക്കിടന്ന് മതിയാവോളം കരഞ്ഞു. ഞാൻ സുധിയേട്ടനൊരു ഭാരമായല്ലോ. കല്യാണം കഴിഞ്ഞ് അധികമായതുമില്ലല്ലോ. എന്നെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് കൊണ്ടുപോയി വിട്ടാൽ മതി. സുധിയേട്ടൻ്റെ ജീവിതം തുലച്ച് കളയണ്ട. ഇതും പറഞ്ഞ് ഞാൻ വിതുമ്പി. എൻ്റെ തലമുടി തഴുകിക്കൊണ്ട് സുധിയേട്ടൻ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മതി കരഞ്ഞത്, ഇനി കണ്ണീർ ഇതിനായി കളയരുത്. നമ്മൾ ഒരുമിച്ചെല്ലാം നേരിടും. എനിക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ മീനൂട്ടി എന്നെ ഒറ്റയ്ക്കാക്കി പോകുമായിരുന്നു. അന്ന് ഞങ്ങൾ സമാധാനം കൈവരിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് ഞങ്ങൾ വേറെ ഒരു ആശുപത്രിയിൽ പോയി ഒരു പുതിയ ഡോക്ടറെ കണ്ടു. പേരുകേട്ട ഒരു ന്യൂറോളജിസ്റ്റായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ചികിത്സകൾ തുടങ്ങി. കൃത്യമായ ചികിത്സയും മരുന്നുകളും വ്യായാമവും ഒക്കെ ചെയ്യാൻ തുടങ്ങി. വീട്ടിലെ കാര്യങ്ങൾ എല്ലാം സുധിയേട്ടനും കൂടെ ചെയ്തു. ജീവിതം സമാധാനമായി പോയിക്കൊണ്ടിരുന്നു. എൻ്റെ മാനസിക ആരോഗ്യം കണക്കിലെടുത്ത് എനിക്കിഷ്ടമുള്ള ചിത്രരചനകൾ ചെയ്യാൻ അദ്ദേഹം എന്നെ നിർബന്ധിച്ചു. സുധിയേട്ടൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ വരച്ച ചിത്രങ്ങൾ കാണിക്കാനുള്ള ആവേശമായിരുന്നു എനിക്ക് പിന്നെ ഉണ്ടായത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ആഗ്രഹം ഉണ്ടെന്നറിയിച്ചു. അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി. ഭാഗ്യം കൊണ്ട് അധികം വൈകാതെ തന്നെ ഞാൻ ഗർഭിണിയായി. ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. ആ ഡോക്ടർ ന്യൂറോളജിസ്റ്റും ആയി ചർച്ച ചെയ്ത് നിർദ്ദേശിച്ച രീതിയിൽ പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് കുട്ടുവിനെ ആരോഗ്യത്തോടെ കിട്ടി. അവൻ മിടുക്കനായി വളർന്നു വന്നു. എൻ്റെ ആരോഗ്യം കാലക്രമേണ പ്രശ്നമായി. എങ്കിലും മരുന്നും ഫിസിയോതെറാപ്പിയും ഒക്കെയായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇന്ന് കാലങ്ങൾ ഒഴുകി ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഞാൻ വീൽചെയറിൽ ആണിപ്പോൾ. എങ്കിലും ജീവിതം സാധാരണ നിലയിൽ തന്നെ പോകുന്നു. ഇപ്പോൾ അതിദൂരം ചിത്രരചനയിൽ ഞാൻ മുന്നോട്ട് പോയിരിക്കുന്നു. എൻ്റെ ചിത്രങ്ങൾ പലയിടത്തും എക്സിബിഷൻ നടത്തുവാൻ വേണ്ടി എനിക്ക് സാധിച്ചു.
അതിൽ ഞാൻ സംതൃപ്തയാണ്. എൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും എനിക്ക് വലം കൈയും ഇടം കൈയും ആയി സുധിയേട്ടനും കുട്ടുവും എൻ്റെ കൂടെയുണ്ട്. അതെ, ഞാൻ തീർത്തും ഭാഗ്യവതിയാണ്. കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇടുമല്ലോ. ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.